കണ്ടില്ലേ, ലാസ്റ്റ് സ്റ്റോപ്പ് ഫോർ 66 കിലോമീറ്റേഴ്സ്. 66 കിലോമീറ്റർ പിന്നെ ഒന്നുമില്ല. പൈസ അങ്ങനെ ഞങ്ങളിവിടെ 2 സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. എന്നിട്ടിപ്പോൾ കഴിക്കാൻ പോയത് ഒരു എന്ത് കഫേ ആണെന്നൊരു പേര്, അതായത് തന്നെ കോളോ സർവീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു കഫേ. ഇന്ത്യക്കാരട്ടോ നടത്തുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലമല്ലേ? വിൻ്ററിലൊക്കെ നല്ല രസമായിരിക്കില്ല വന്നിങ്ങനെ ഇരിക്കുക. പൈസ അങ്ങനെ എല്ലാവർക്കും ഒരു വീഡിയോ സ്വാഗതം. എന്നപ്പോൾ ചെറിയൊരു ഞാനും വൈഫും കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പിന്നെ ഒരു ചെറിയ റൈഡ് പോകാൻ. ഇത് കടന്ന് മിന്നുന്നുണ്ട്, ശരിയല്ല കാണിക്കുന്നത്. 90 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, പക്ഷെ അത്ര ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. ഇതാണ്ട് കുറേ നേരമായി മിന്നാൻ തുടങ്ങിയിട്ട്, പക്ഷെ കിലോമീറ്റർ ഇപ്പോഴും 90 കാണിക്കുന്നത്. ആ കിട്ടുമായിരിക്കും. അപ്പോൾ ഇനി പെട്ടെന്ന് കയറി പെട്രോൾ അടിക്കണം. അപ്പോൾ നമ്മളൊന്ന് പോയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫസ്റ്റ് കഴിഞ്ഞ റൈഡിന് പോയ സെയിം സ്ഥലവും സെയിം റോഡൊക്കെ തന്നെയാണ്. പക്ഷേ വേറൊരു കഫേയിലാണ് പോകുന്നത്, വേറൊരു സൈഡിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ നേരത്തെ ഇന്ന് 5 മണി 5:30 ഇറങ്ങണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആയിരുന്നു കുറച്ചുകൂടെ ദൂരം പോയിട്ട് കുറച്ചുകൂടെ നല്ല ഏതെങ്കിലും പ്ലേസ് സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചത്. കുറച്ചുകൂടെ ലോങ്. ഫുള്ള് വണ്ടിയാണ് മുമ്പിൽ, ഫുള്ള് വണ്ടിയാണ്. എൻ്റെ ദൈവമേ. ആ ഇവിടെ പമ്പുണ്ട്. അങ്ങോട്ടൊന്നും പിന്നെ അധികം പമ്പൊന്നും ഇല്ലാത്ത നല്ല കൺട്രി സൈഡ് റീജിയണൽ സ്ഥലങ്ങളാണ്. ആരും ഉപയോഗിക്കുന്ന പോലും ഇല്ലേ. കാശ് അങ്ങനെ 33 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വേറെ കഫേ ഉണ്ട്, അത് കുറച്ചുകൂടെ അപ്പുറമുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള കാലാവസ്ഥ ഇന്നില്ല. നമ്പർ 4 ആ കുഴപ്പമില്ല, നമ്മൾ 8:30 അവിടെ എത്തും. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ പെട്രോൾ അടിച്ചു. 262 കിലോമീറ്റർ പ്ലസ്. അതൊക്കെ കാണിക്കും, പക്ഷെ അവൻ തരത്തില്ല. ജീപ്പ്, പഴയ ജീപ്പ്. ഇപ്പം എല്ലാം പച്ചയായി, ഇപ്പം പുല്ലെല്ലാം വളർന്ന് പച്ചയായെന്ന്. അങ്ങനെ നമ്മൾ സാധാരണ വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഇതാണ് കോളോ റിവർ. 19 കിലോമീറ്റർ, അവിടെ 18 കിലോമീറ്റർ. ഈ റോഡിൽ കൂടെ പോയിട്ടില്ലല്ലോ. സാധാരണ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ആണ് ഇവിടെ ബൈക്കാരെല്ലാം പോകുന്നത്. ഇതിൻ്റെ അവസാനം മറ്റേ 60 കിലോമീറ്റർ മുമ്പ് ഒരു കാഫേ ഉള്ളത്. 60 കിലോമീറ്റർ നേരെ പോയല്ലേ അവസാനം ഒരു കാഫേ ഉണ്ട്. ബൈക്കേഴ്സ് എല്ലാം കൂടെ കൂടുന്നൊരു കാഫേ. ആ ഇതിവിടെ അടുത്ത് തന്നെ. ആ അങ്ങോട്ട് പോകണോ? ഗ്രേഗമ്മിൽ പോകണോ? ആ ഗ്രേഗം അടിച്ചു നോക്കാം എത്ര ദൂരം ഉണ്ടെന്ന്. അവിടെ എഴുതി വെച്ചോ കണ്ടോ, ആടിനെ വിൽക്കാനുണ്ടെന്ന്. പോയി നോക്കാം അല്ലേ, ഇങ്ങോട്ട് പോയി നോക്കാം. ചൂട് കുറവാണെങ്കിൽ അപ്പുറത്തോട്ട് പോയി നോക്കണമെന്നുണ്ട്. അപ്പുറത്ത് 71 കിലോമീറ്റർ പോകണേ. 71 കിലോമീറ്റർ ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുക ഇതേപോലെ. എന്നാൽ പിന്നെ ഒരു കഫേ എത്തും, അതാണ് ഗ്രേഗം കഫേ. ആ വണ്ടി ഉണ്ടോ സ്വന്തം പോന്നെ? വണ്ടി ഉണ്ടോ സ്വന്തം ഓടിച്ചോണ്ട് പോന്നെ? ആ ആ ഇവിടെ നല്ല തണുപ്പ്. ആ നല്ല സ്ഥലമാണ്. നല്ല കടത്താൻ പറ്റിയ റോഡ്. അതാണ് ഇതാണ് കോളോ റിവർ. എത്തി നമ്മള്. ഇതൊന്നൊരു മനുഷ്യൻ. ഒരു ഇന്ന് കാഫേലൊന്നും ആരുമില്ല. സാധാരണ ഇവിടെയൊക്കെ ഫുള്ള് ബൈക്കാരുള്ളതാ. ഇന്ന് ഇവിടെ ആരുമില്ല കാഫേലേ. ആ അയ്യോ, കോളോ റിവർ സൈഡ് കാഫേ. എല്ലാവരും രാവിലെ ഗ്രേഡ് കമ്മിലോട്ടാണല്ലോ.
അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി. എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പോൾ ചൂടായാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചു കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ക്യാഫേയിലോട്ടാണ്. അവരൊക്കെ ക്യാഫെ 12 മണിക്കെങ്ങാണ്ടേ തുറക്കത്തുള്ളൂ. ആ ക്യാഫെ 12 മണിക്കാണ് തുറക്കുന്നത്. കൈസ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് ഇവിടെ. അപ്പം ഇതൊരു പഴയ പെട്രോൾ പമ്പിൻ്റെ ഒരു ഇത് ഇവിടെ. അങ്ങനെ ഞങ്ങൾ വേറെ ക്യാഫേയിലാണ് വന്നത്. അവിടെ കയറി കഴിക്കുക. ഇവിടെ ഒത്തിരി ബൈക്കേഴ്സ് ഉണ്ട്, കുറച്ച് ഫാമിലി ആയിട്ടുള്ളവർ. എന്തിൻ്റെ പേര് കോളോ ഹൈറ്റ് സർവീസ് സ്റ്റേഷൻ റെസ്റ്റോറൻറ്റ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് സ്നാക്ക്. അപ്പം ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. ഇതാണ് രാവിലത്തെ. ഫ്രൈഡ് ആണല്ലോ. അയ്യോ സാരമില്ല, സ്നെറ്റ്സിലാണ് ചിക്കൻ സ്നെറ്റ്സിൽ ഒരുക്കിക്കൊണ്ട് കുഴപ്പമില്ല. നല്ല ചെറിയൊരു നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്. Is this a 1,600? Sorry? Is this a 1,600? Yes. Danger, wow. 6 cylinder. Yeah. Huh? 6 cylinders. Oh, really? Inline 7. 160 horsepower. Wow. 144 foot-pounds of torque. Wow, it looks really good. Yeah, it's too. Yeah. Very good. Wow. This one all good. Oh. It's a BMW K1600. K1600 bag. Wow. When did you get it? Which year did you buy it? BMW, yeah. Yeah. When did I get it? Yeah, when? I bought it in 2018. 2018? Yeah. Wow. So plus it's got reverse. Oh, it has reverse also. Oh. It's heavy. Wow. So it got everything pretty. Yeah. So where are you heading? Up to the Great. Great. Yeah. Have a good one. Yeah. Yeah. See you. ഓ അപ്പച്ചൻ്റെ വണ്ടി അടിപൊളി കേട്ടോ. 6 സിലിണ്ടർ K6 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെ വേണം കേട്ടോ. ഇത്രയും പ്രായമായിട്ടും പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റും പുള്ളിയുടെ ഒരു പാഷൻ വണ്ടിയോടുള്ള. ഈ ഗ്രേഗം കഫേ എന്ന് പറഞ്ഞ കഫേ ഉണ്ട്, ഗ്രേഗം കഫേ. അങ്ങോട്ടാണ് മിക്കവാറും എല്ലാവരും പോകുന്നത്. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് തിരിച്ചു പോകാനിരുന്നായിരുന്നു, പക്ഷെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നില്ല. ഞങ്ങളും അങ്ങ് ഗ്രേഗം കഫേ വരെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം 31 minutes and 46 kilometers. അപ്പോൾ നമുക്ക് ഗ്രേഗം കഫേ പോകാം. 12 മണിക്ക് അവർ തുറക്കത്തുള്ളൂ. ഇത്ര നേരത്തെ അവിടെ ചെന്നിട്ട് എന്തെടുക്കാൻ എല്ലാവരും കൂടെ. നമുക്ക് അവരോട് പോയിരിക്കാം. അതാരാ? ആണോ? അതായത് എൻ്റെ ഗോപ്രോയ്ക്ക് അധികം ബാറ്ററി ഒന്നുമില്ല. ഞാൻ ഇന്നും അധികം ബാറ്ററി എടുത്ത് ഇറങ്ങിയില്ല. കാരണം ഞങ്ങൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള ചെറിയ അടുത്തുള്ള കഫേ വരെ പോയിട്ട് വരാനുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ അധികം ബാറ്ററീസ് ഒന്നും എടുത്തില്ല. 2 ബാറ്ററി എടുത്തുള്ളൂ. ഒരെണ്ണം കഴിഞ്ഞു. അടുത്തത് ഇപ്പോൾ തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. ഈ നാഷണൽ പാർക്ക് എൻ്റെ ദൈവമേ, അത് കാങ്കറു അല്ല, മറ്റേ ഭയങ്കര സാധനം. എങ്ങനെയുണ്ട് സ്ഥലം? അവിടെ അല്ലേ മൊത്തം ടാർ ചെയ്ത് ഞങ്ങൾ വന്നപ്പോൾ പൊട്ടി പൊളിഞ്ഞ് നടക്കുമായിരുന്നു. ഇപ്പം ചെയ്തേ ഉള്ളൂ. ശരിക്കും ബന്ദിപ്പൂര് പോലെ ഉണ്ട്. ഈ റോഡ് ആർക്കും പോകാനില്ലല്ലോ, ആകെ കാഫേ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആരും യൂസ് ചെയ്യത്തില്ല. പക്ഷെ ടാറിട്ടപ്പോൾ അടിപൊളി. ഇനി ബൈക്കാർക്ക് നല്ല സുഖമായിരിക്കും. ചൂട് തുടങ്ങി. എന്തുവാ? കണ്ണിൻ്റെ സൈഡിലിരിപ്പുണ്ട്. അതിവിടെ തന്നെ. ഈച്ചയാ. കണ്ണടച്ച് ഹെൽമെറ്റ് അടച്ചു വെക്ക്. ഇവിടെ ഇഷ്ടംപോലെ ബഗ്സ് ഉണ്ട്. ആ ജാക്കറ്റ് നോക്കിയാൽ മതി. അവിടെ എത്തുമ്പോഴത്തേനും കാണാം. ഇനി കുറച്ച് കഴിയുമ്പോൾ വന്ന് ഇടിച്ച് ചാവാൻ തുടങ്ങും നിങ്ങൾ. അത് നിങ്ങൾ വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. മറ്റേ ബോംബ് വന്ന് വീഴുന്ന പോലെ ഈ ബഗ്സ് വന്ന് വീഴുന്നത്. അങ്ങനെ 10 മിനിറ്റ് കൂടെ ഉള്ളൂ കഫേയിലോട്ട്. കണ്ടില്ലേ, ഒരു കിടില റോഡ്. എന്താ പറയുക, പ്രകൃതിയും ശല്യമില്ല, മനുഷ്യന്മാരില്ല. ഇനി അറ്റത്ത് അവിടെ എത്തുമ്പോൾ ഒരു കഫേ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ബൈക്കേഴ്സ് കാണും. അതേഴ്സ് അങ്ങനെ 6 മിനിറ്റ് കൂടെ അങ്ങനെ നമ്മൾ ഗ്രേഗം കഫേ, ഇവിടെ പുതിയ റോഡിലുള്ള ഗ്രേഗം കഫേയിലെത്തും. ആ കഫേയിൽ എഴുതിയേക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ പോകുന്ന ക്യാഫേയിലെ ഗ്രേഗം കഫേയില് 48 hours ഫ്രീ സ്റ്റേ ഉണ്ട്. 66 കിലോമീറ്റർ ഒന്നുമില്ല അങ്ങോട്ട്. പിന്നെ ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രേഗം കഫേ എത്തി. കുറേ ദൂരത്തിന് ശേഷം, ഒരു 50 കിലോമീറ്ററിന് ശേഷമുള്ള ഒരേ ഒരു സ്റ്റോപ്പായത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഫുൾ ഇങ്ങനത്തെ റോഡ് ഒന്നുമില്ല.
ഇതൊന്നും അല്ല, ശരിക്കും മൊത്തം ബൈക്കായിരിക്കും. പക്ഷെ എല്ലാം സായിപ്പന്മാരാണ്. നമ്മൾ അതിൻ്റെ ബുഷ് വാക്കിംഗ്, ബേർഡ് വാച്ചിങ്, പെറ്റ് ഫ്രണ്ട്ലി, ജസ്റ്റ് റിലാക്സ്. അടിപൊളി കേട്ടോ ഈ സ്ഥലം. ഓ ഇതുണ്ട്, ഇങ്ങനെ ക്യാമ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട ബൈക്കേഴ്സ് എല്ലാം ഇവിടെ കാണും. മോട്ടോർ സൈക്കിൾ പാർക്കിംഗ് ആണ് കോൺക്രീറ്റ് ടു റൈറ്റ്. യെസ്, എല്ലാവരും ഇവിടെ കാണും. ഇവിടെ എല്ലാവരും വരുന്നത്. എത്ര ബൈക്കേഴ്സ് അല്ലേ. എല്ലാത്തരം ബൈക്ക് കാണുന്ന ഇവിടെ വന്നാൽ മതി. ലോകത്തുള്ള മൊത്തം വണ്ടിയുണ്ട്. Let's go. Where are you heading to? We're going back. Oh, Bathurst? Oh, okay. This is just a quick stop. Oh, all right. Stretch the bum and Yeah. we got to go. Like that or like? We're going Oh, you have to go that way. Yeah. Oh, you have to. All right. Maitland. Huh? Maitland. That's where we started from, Maitland. Wait, no, okay. So we've come along this road now. Now and then go like that. So this way and then go across to Lithgow. Oh, let's go. That's it. Yeah. അപ്പോൾ ഞങ്ങളിവിടെ പ്രത്യേകിച്ചൊന്നും കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാം. ഭയങ്കര ചൂട്. അപ്പോൾ ചൂട് കൂടുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തണം. എന്തായാലും വേണം കഴിക്കാൻ. വേണ്ടില്ല, നമ്മൾ ഓൾറെഡി കഴിച്ചല്ലേ. എങ്ങനെയുണ്ട് കാഫേ? ഭയങ്കര വൈബല്ലേ? അവർ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ പോകുന്നത്? ആ ഇരിക്കാം. അങ്ങനെ ഞങ്ങളിവിടെ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഉണ്ട്. ഒരു 1.5 മണിക്കൂറൂടെ പോകാൻ. ഇവിടെ നല്ല അടിപൊളി സ്ട്രെയിറ്റ് റോഡാണ്. നല്ല ചൂട് കേട്ടോ. അപ്പോൾ ചൂട് കൂടി വരിക. പിന്നെ ഇവിടുന്ന് നേരെ എവിടുന്നേലും ചില ചായയും കുടിച്ച് നേരെ വീട്ടിലോട്ട് പോകണം. 35 ഡിഗ്രി എങ്ങാണ്ടായിട്ടുണ്ട്. ജാക്കറ്റൊന്നും ഇട്ടുകൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ബൈക്കൊക്കെ സൈഡിൽ നിർത്തിയിട്ടേക്ക് നാണ്ട ബൈക്കാർ വന്ന് നിർത്തും. അപ്പം തന്നെ ചോദിക്കാൻ വേണ്ടി. അല്ലേ, അടിപൊളി ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു പമ്പിൽ തിരിച്ചു വന്ന വഴിക്ക് കയറി പെട്രോൾ ഫുള്ള് കഴിഞ്ഞു. പെട്രോൾ അടിച്ചു. നല്ല ചൂട്, 40 ഡിഗ്രി ആയി. ഇനിയിപ്പോൾ 1 മണിക്കൂറും കൂടെ ഉണ്ട് ഇനിയും വീട്ടിലോട്ട്. നല്ല ദൂരമായി പോയി. അപ്പം ഇനി വീട്ടിലെത്തുക, അത് മാത്രമുള്ള പരിപാടി.